ഹായ് മക്കളെ, നമസ്കാരം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുന്ന ഓരോ ചെറിയ ചെറിയ വീഡിയോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പാഠഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഈ ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഇപ്പം തന്നെ എന്ത് ചെയ്തേക്കുക, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓർമ്മയുടെ ഞരമ്പ് എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുന്നു. നോക്കുക, സീമന്ത രേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു. ഈ വാക്യം കഥയ്ക്ക് നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം? ചോദ്യം ഒന്നുകൂടി നോക്കിക്കേ. സീമന്ത രേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു. ഈ വാക്യം കഥയ്ക്ക് നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം? ഉത്തരം എങ്ങനെ എഴുതണം? പെണ്ണിന് ദാമ്പത്യം ഒരു ബാധ്യതയാണോ എന്ന ചോദ്യം ഉയർത്തുന്ന ഒരു കഥാസന്ദർഭമാണിത്. പെണ്ണിന് ദാമ്പത്യം ഒരു ബാധ്യതയാണോ എന്ന ചോദ്യം ഉയർത്തുന്ന ഒരു കഥാസന്ദർഭമാണിത്. ശ്രീജിത്തിന്റെ ഭാര്യാ പദവിക്കപ്പുറം തൻ്റെ വ്യക്തിത്വം ദാമ്പത്യത്തിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന പെൺകുട്ടിയുടെ തിരിച്ചറിവിൻ്റെ സൂചനയും ഈ സന്ദർഭത്തിലുണ്ട്. ശ്രീജിത്തിന്റെ ഭാര്യാ പദവിക്കപ്പുറം തൻ്റെ വ്യക്തിത്വം ദാമ്പത്യത്തിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന പെൺകുട്ടിയുടെ തിരിച്ചറിവിൻ്റെ സൂചനയും ഈ സന്ദർഭത്തിലുണ്ട്. ഒരു യാഥാസ്ഥിതിക കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പെൺ ജീവിതം എത്രത്തോളം ചുരുങ്ങിപ്പോകുമെന്ന് വൃദ്ധയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പെൺകുട്ടി തിരിച്ചറിയുന്നു. ആ ജീവിതത്തിൻ്റെ ആവർത്തനമാണ് തൻ്റെ ജീവിതം എന്ന സത്യമാണ് പെൺകുട്ടി ഞെട്ടലോടെ അറിയുന്നത്. ആ വൃദ്ധയുടെ ജീവിതത്തിൻ്റെ ആവർത്തനം തന്നെയാണ് തൻ്റെ ജീവിതം എന്ന സത്യമാണ് പെൺകുട്ടി ഞെട്ടലോടെ അറിയുന്നത്. ദാമ്പത്യത്തിൻ്റെ അടയാളമായ സീമന്ത രേഖയിലെ സിന്ദൂരവും കുടുംബത്തിൽ വിലമതിക്കപ്പെടാതെ പോകുന്ന പെണ്ണിൻ്റെ അധ്വാനത്തിൻ്റെ അടയാളമായ വിയർപ്പും ഒന്നു ചേർന്നാണ് രക്തമായി നിലത്ത് വീണു മരിക്കുന്നത്. ദാമ്പത്യത്തിൽ പെൺ ജീവിതം നേരിടേണ്ടി വരുന്ന ദുരന്തത്തിൻ്റെ സൂചനയാണിത്. ഓക്കെ മക്കളെ, 4 മാർക്കിനുള്ള ചോദ്യമാണ്. സെറ്റാക്കി ഇപ്പോഴേ എന്ത് ചെയ്ത് വെക്കുക, കയ്യിലേക്ക് വെച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.